എൻ്റെ മിന്നിത്തിളങ്ങുന്ന ഈ പൂക്കളെല്ലാം ഞാൻ കട്ട് ചെയ്യാൻ പോവുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, ആരും വിഷമിക്കരുത്, പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ ഉണ്ടാക്കൂ. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു വയ്ക്കുന്നാൽ മനസ്സിലാവും. ഈ പൂക്കളാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്, പിന്നെ നിങ്ങളെ കാര്യം പറയണോ? ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലൊക്കെ ഉണ്ട്, എന്നാലും ഒരു സങ്കടമുള്ള വീഡിയോ ആണ്. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കുറേ പൂക്കളായിട്ട് വെച്ച് അങ്ങോട്ട് എവിടെയെന്ന് ഒതുങ്ങാത്ത രീതിയിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് എന്താ പ്രൂൺ ചെയ്യാത്തതെന്ന് ചോദിക്കും. ഇന്ന് ഞാൻ പ്രൂണിങ്ങാണ്, എല്ലാം പകുതിക്ക് വെച്ച് കട്ട് ചെയ്യുക. പൂക്കൾ ഉണ്ടായിട്ട് എനിക്ക് പ്രൂൺ ചെയ്യാനേ തോന്നൂല, എന്തോ ഒരു കൊലപാതകം പോലേക്ക് പൊട്ടിക്കാനാവുന്നില്ല. പിന്നെ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല, നമ്മൾ പൊട്ടിച്ചാൽ മാത്രമേ ചുറ്റും ശാഖകൾ ഉണ്ടാവുള്ളൂ. ശാഖകൾ ഉണ്ടായാൽ നമ്മൾ 10 മടങ്ങ് ഉഷാറ് കൂടുമല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പൊട്ടിക്കൽ എനിക്കും സങ്കടമുണ്ട്, നിങ്ങൾക്കും സങ്കടം ഉണ്ടാവും എനിക്കറിയാം. നിങ്ങളോട് ഞാൻ പറയാണ്, പൂർവാധികം ശക്തിയോടുകൂടെ നിങ്ങളെ പിന്നീട് ഇൻഷാ അല്ലാഹ് കാണിക്കൂട്ടോ. എന്നാൽ വരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാലോ. പൊട്ടിക്കലും നടിയിലും ഒക്കെ കാണാൻ വരും. അങ്ങനെ ഞാൻ തുടക്കം കുറിക്കാട്ടോ. പൊട്ടിക്കൽ കട്ട് ചെയ്യുക, കട്ടിങ് ഒന്നും വിഷമിക്കേണ്ടതാ. നല്ല ബാൾസം പൂക്കൾ കണ്ടോ. ഇതിൻ്റെ കട്ടിങ് കുറേ ആൾക്ക് കൊടുത്തു. ഇപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യുക, എന്താ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് അതെല്ലാം നമുക്ക് നടാം. പൂക്കളൊന്നും പോണതിന് ഒരു സങ്കടം വിചാരിച്ചിട്ട് കാര്യമല്ല. ഇനി മഴക്കാലം വരാൻ പോവുകയാണല്ലോ. പൂക്കൾ എന്ത് ചെയ്യാനാലേ, നമുക്ക് ഇതിനേക്കാൾ ശക്തിയിൽ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്താലേ അതെല്ലാം ഇതുമായി. ഇനി ഇവിടെ ഇത് ഈ സമയത്ത് കട്ട് ചെയ്താൽ ഇനി ശക്തിയിൽ ഇങ്ങോട്ട് ശാഖകളുണ്ടാവും. നിറയെ ശാഖകളുണ്ടായാൽ ധാരാളം മൊട്ടുണ്ടാവും. മൊട്ടൊക്കെ വിരിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ഇതുണ്ടോ, നിറച്ച് ശാഖ ഇപ്പം തന്നെ വരുന്നുണ്ട്. ഞാൻ കുറേയൊക്കെ പൊട്ടിച്ചു കൊടുത്തിരുന്നു. ഇതൊന്നും ഇവിടെ വേണ്ട അല്ലേ. അപ്പം 3 എണ്ണം പ്രൂൺ ചെയ്ത്, ഈ ചെയ്തതും ഞാനൊരു മാറ്റം വരുത്തുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇതിലൊക്കെ നിറച്ച് പൂക്കളാണ്. ഇങ്ങനെ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ പൊട്ടുന്നുണ്ട്. ഇത് ഇങ്ങനെ അങ്ങോട്ട്. കാരണം എന്താ അറിയോ, നമ്മൾ പൂന്തോട്ടം ഭംഗി കൂട്ടാൻ ഞാൻ സ്റ്റാൻഡെല്ലാം പിടിപ്പിച്ചതല്ലേ, അപ്പോൾ ഒന്ന് 4 ഉഷാറുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചതാ. ഇത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതെല്ലാം ഞാൻ നിറയെ ഒരു പാത്രത്തിൽ നടും. എന്നിട്ട് വേര് പിടിച്ചിട്ട് എന്ത് സങ്കടാലേ നോക്ക്. ഇങ്ങനെ എന്തൊരു ഉഷാറിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എത്രയോ ഇരട്ടി ഇനി ചട്ടിയിൽ പൂക്കളുണ്ടാവും. തിങ്ങി വരണം, എനിക്കതാ ഇഷ്ടം. ഞാൻ ഇത്രയും വെട്ടിപ്പൂക്കി. ഇത് കളയുന്നില്ല കേട്ടോ, ഞാൻ മണ്ണിൽ കുത്തി വെക്കും. എന്നിട്ട് ശാഖയല്ല വേര് പിടിച്ചിട്ട് മാറ്റി നടും. ഇതിന് ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാനിത് ഈ വെട്ടിയത് ഞാനൊന്ന് പോട്ട് മാറ്റുന്നുണ്ട്, കാണിച്ചു. ഞാൻ ഈ പോട്ടിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വലുപ്പം, കുറേ ചട്ടി കിട്ടീനല്ലോ. കുറേ ചട്ടിക്ക് ഇറക്കി വെക്കട്ടെ. അതിൽ ഞാൻ നല്ലോണം പോട്ടി മിക്സ് റെഡിയാക്കിയത്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് മാറ്റാം. അങ്ങനെ മാറ്റിയാൽ ഒന്ന് മാറ്റുന്നേ കാണിക്കുള്ളൂ, കുറേ നീണ്ടു പോകുമല്ലോ. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. അങ്ങ് ഇറക്കി വെച്ച് ഇനി ഇത് ധാരാളം ശാഖകൾ ഇങ്ങോട്ട് ഉണ്ടായിട്ട് വേണേൽ കുറച്ച് അടിയിൽ വെച്ച എൻ്റെ ബെഡ് പൊളിച്ചതൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ.
ഞാൻ ആ മുറിച്ച പീസൊക്കെ എന്ത് ചെയ്തറിയോ, വേറൊരു പോട്ടിലേക്ക് അങ്ങ് നടുക. വേറെ ഒരു പോട്ടിലേക്ക് നട്ടിട്ട് വേര് വന്നിട്ട് വേണേൽ ഇടയ്ക്കുന്നൊന്ന് മാറ്റാം. ഇതൊക്കെ ഞാൻ കൊണ്ടുവച്ചതാ, മണ്ണൊക്കെ ഇട്ട് പാകാക്കി വെച്ചതാ. ഞാൻ നടാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, പലതരം മഞ്ഞ, വെള്ള, എസർമുല്ലൻ്റെ കളറ്, അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ. ഇതൊക്കെ അത് പൊട്ടിച്ചു. ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ നിറച്ച് വേര്, ഇതിനൊക്കെ വേര് വരും. നനച്ചാൻ കൊടുത്താൽ എല്ലാത്തിനും വരും. മേലെ ശാഖം കട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കട്ട് ഇതിപ്പോൾ ഞങ്ങൾ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം എന്താ അറിയോ, ബാക്കിയുള്ളതെല്ലാം ഞാൻ ഫുള്ളാക്കിയിട്ട് ഞങ്ങളെ കാണിക്കും. ഇത് പലതരം കളർ മിക്സ് ചെയ്ത് നട്ടാൽ പിന്നെ പല കളറിലും കൂടി വരും. എനിക്കത് ഭയങ്കര ഇഷ്ടം. ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഞാൻ കണ്ട് എൻ്റെ വേറൊന്നില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി അതാണ് ബുദ്ധിന്ന്. ഒരു മഞ്ഞ എടുക്കട്ടെ, ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇഷ്ടം പോലെയാ. അതാ ഓറഞ്ച് ഉണ്ടോ, ഇങ്ങനെ നട്ടാതിട്ടോ നമുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലൊളിക്കരുത്. ഒരാഴ്ച 2 ആഴ്ച അത് തെളിഞ്ഞിട്ടേ വെയിലൊളിക്കാവും. ഇപ്പം നല്ല തെളിവാ, തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പം കട്ട് ചെയ്തതെല്ലാം പോട്ട് മാറ്റുകയാണ്. ഇതുപോലെ ഓരോ ചട്ടിയിൽ ഞാൻ നടും ചെയ്യും, മിക്സ് ചെയ്ത് അങ്ങ് നടും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നില്ല, വീഡിയോ നീണ്ടുപോകും. അവിടെ വെക്കല്ലേ. ഇതാ ഈ ജെറേനിയല്ലേ, നിറച്ച് മൊട്ടും പൂവും. എന്നിട്ടുണ്ടല്ലോ കട്ട് ചെയ്യാൻ കഴിയുന്നില്ല, സങ്കടം വരും. എങ്ങനെ ഇത് കട്ട് ചെയ്യാൻ നോക്കി, പൂവിട്ട് വരുന്ന്. അപ്പോൾ അത് നീണ്ട് പോവുക. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്യുക. എന്ത് ചെയ്യാനാ, ഇവിടെ ഇതാ നല്ലൊരു മുട്ട്, ഇവിടെ ഇതാ ഒരു മുട്ട്, ഇവിടെ ഇതാ പൂവുക. നോക്കിന്നിട്ട് കാര്യമല്ല, പിന്നെ നീണ്ടു പോയാൽ നമുക്ക് ചെടീൻ്റെ ഭംഗി പോയി. എല്ലാം കട്ട് ചെയ്യുക. നിങ്ങൾക്കും സങ്കടമാവുന്നുണ്ടാവും എനിക്കറിയാം, എനിക്കും സങ്കടം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് തന്നെ പൂക്കൾ കണ്ടിട്ടാണെന്നുള്ളതൊക്കെ എനിക്കറിയാം. എൻ്റെ ഫാനായി മാറിയവരുണ്ട്. ഇത് കത്തിനേക്കാൾ നല്ല ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുന്നതാ. നടുമൊന്ന് ശരിക്ക് വെക്കാം. നോക്ക് എന്താ ഭംഗിൻ്റെ അമ്മ, ഇതൊക്കെ നോക്ക്. മൊട്ട ഞാൻ പൊട്ടിച്ച് കളയുന്നു. ഇതിന് നിന്നോട്ടെ അല്ലേ, അല്ലെ ഇത് ഇവിടുന്ന് ഒന്ന് പൊട്ടിക്കട്ടെ. ഇനി ഇവിടെ ഉറപ്പായിട്ടും സങ്കടം വരും. എനിക്ക് തന്നെ സങ്കടം വരിക. ഇതൊക്കെ പോക്കുകയാണല്ലോ. ഇതൊക്കെ കരിഞ്ഞതാട്ടോ, കരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതാടന്നോട്ടോ, ഒന്ന് തയ്യ. അതിൻ്റെ ഇടയ്ക്ക് ചീര മുളച്ചിട്ട് വരുമൊക്കെ. ചീരൻ്റെ എന്താ ചീര മുളച്ചുണ്ടായത്. ഇതും ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതങ്ങ് പൊട്ടിക്കുക. ഓ എൻ്റെ അമ്മോ, ഇതെങ്ങനെ പൊട്ടിക്കുക, കാവൂരേ സങ്കടാകുക. ഇതാ പൂക്കൾ ഭംഗി നോക്കിതാ, ഈ പൂക്കൾ നോക്ക്, ഇങ്ങനെ പൂ വരും നോക്ക്. ജെറേനിയ ഇതൊരു ഭംഗിയാലേ. പൊട്ടിച്ചു, എന്ത് ചെയ്യാനാ, പൊട്ടിക്കേണ്ടി വന്നു. ഇവർ തന്നെ നീണ്ടു പോയിട്ടാ അപ്പം ഞാൻ ആ ചെയ്യേണ്ടി വന്ന്. ഇതിങ്ങനെ നിൽക്കട്ടെ, തിളങ്ങി നിൽക്കട്ടെ. ഇനി ഇതാ ഇത് ഇവിടെ 1 2 ഒരു മുട്ട്, അതും പൂക്കി. ഇനി അടുത്തത് ഇവിടെ. ഓ ഇവരുത്തെ ഓരോരുത്തർക്ക് പൂക്കൾ ഉണ്ടാവുന്നില്ല, വാടിപ്പോവുക എന്നൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ ഈ പൊട്ടിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്.
ഇതിവിടെ നിന്നോട്ടെ തോന്നുന്നു. ഇതിവിടെ വെക്കട്ടെ അല്ലേ. ഇനി ഇത് നോക്ക്, നിങ്ങൾ എന്നെ ദേഷ്യം പിടിക്കുന്നതൊക്കെ. നല്ലൊരു മുട്ട്, ഒരു പൂവ്, ഇതൊരു മുട്ട് വിരിയുന്നേ ഉള്ളൂ. എല്ലാം നീണ്ടു പോയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ ചെയ്യേണ്ടി വന്നത്. ഇനി നിങ്ങൾ ഒരു സങ്കടം വിചാരിക്കേണ്ട. പൂർവാധിക ശക്തിയോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂ ഇൻഷാ അല്ലാ. ഞാൻ പോട്ട് മാറ്റട്ടെ കേട്ടോ. അതിൻ്റെ ഇതെല്ലാം വെട്ടി പോക്കിയതാ. ഇനി ഞാൻ മറ്റേതിൻ്റെ റീപോർട്ടിങ് ചെയ്യും. ഇത് ഞാൻ നടുകയും ചെയ്യും, കാണിക്കട്ടോ. അപ്പം കുറേ കിട്ടുകയും ചെയ്ത് നല്ല കുറ്റി ഇങ്ങനെ കുറ്റിച്ചെടിയായി വളർന്നും ചെയ്ത് ഉഷാറാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. സങ്കടമായാലും പിന്നീട് നമുക്ക് സന്തോഷിക്കാമല്ലോ. ഇനി ഞാൻ നടാൻ പോകുന്നുണ്ട്. ഈ പൂക്കളൊന്നും കളയുന്നില്ല. എന്താണെന്നറിയോ, പൂക്കൾ വിരിയാണെ വിരിഞ്ഞോട്ടെ അല്ലേ. ഞാൻ അങ്ങനെ വിചാരിച്ച്. ആവുന്നതേ. നഴ്സറിയിലൊക്കെ അതിന് എന്തോരം വില കൊടുക്കണം. നമ്മൾ നട്ട് വളർത്തിയാൽ നമുക്ക് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിലിത്ര മതി. വേണമെങ്കിൽ ഇതാ ഒന്നും കൂടി നടാം. വേര് പിടിക്ക്. ചിലത് എല്ലാം വിജയിച്ചോളൊന്നുമില്ല. കൊണ്ടുപോയി വെക്കട്ടെ. ഒരു പോട്ടും കൂടെ ബാൾസ്യത്തിൻ്റെ ആ നട്ടത്. മറ്റേതാണ് ഇതാ, എടുത്തു വെക്കട്ടെ. ഇതൊക്കെ മഴക്കാല ഒരുക്കങ്ങളാട്ടോ. മഴക്കാലമായാൽ നമ്മൾ വേനൽക്കാലം പോലെയല്ല. ഇതിൻ്റെ ഹോൾസ് അടഞ്ഞു പോയിട്ടുണ്ടോ നോക്കണം. ഹോൾസ് അടഞ്ഞു പോയാൽ പിന്നെ വെള്ളം കെട്ടി നിന്ന് വേര് ചീഞ്ഞു പോവും. അങ്ങനെ ഒന്നും കൂടിയായി. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന. അങ്ങനെ വേറൊരു പോട്ടിലും കൂടെ ചെയ്തു. പൂക്കൾ പറിച്ച് മാറ്റിയില്ല. പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞോട്ട് ചിലപ്പോൾ തണലത്താകുമ്പോൾ നനവും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ വിരിഞ്ഞ് നിന്നോളൂ. അങ്ങനെ വിരിയലുണ്ട് എൻ്റെ അടുത്ത്. ഇനി അടുത്ത് അങ്ങനെ ജെറേനിയോ കുറേ കൊമ്പ് കിട്ടിയെങ്കിലും കൂടിയിട്ട് ഞാൻ തണ്ട് കുറേ പോട്ടിൽ, കാരണം ഇഷ്ടം പോലെ പോട്ടും വാങ്ങിന് ചെടി വെക്കാനുള്ള സ്റ്റാൻഡും ഉണ്ടാക്കി. അങ്ങനെ ഞാൻ നിരത്തി അങ്ങോട്ട് പിടിപ്പിച്ചു. അങ്ങനെ ഒരു ചട്ടിയും കൂടെ കഴിഞ്ഞു. നിരത്തി കൊണ്ടുവരിക. ഇനി ഈ ജെറേനിയത്തിൻ്റെ പോട്ടൊന്ന് മാറ്റുക. അങ്ങനെ ഓ ചൂടാട്ടോ, ഇതിൻ്റെ അടിയൊക്കെ ചൂടാ. ശരിക്ക് ഗ്ലൗസ് ഇട്ടില്ല. ഞാൻ ഒന്ന് പേടിച്ചു. ഗ്ലൗസ് ഇട്ടിട്ടുമില്ല. സംഭവം ഒന്ന് കൈ വെച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഗ്ലൗസ് ഇടണേ, ഞാൻ ഇടാനും വിട്ടുപോയി. മുറ്റങ്ങോട്ട് കുളം തോണ്ടി ഞൊക്കെ അടിച്ച് വാരി. നമ്മളെ മുൻഭാഗമാണല്ലോ ഇത്. നമ്മളെ മുറ്റം എപ്പോൾ ക്ലീനാക്കി ഇരിക്കണം കിടന്നുറങ്ങുമ്പോൾ. മുറ്റും അടുക്കളയൊക്കെ പറയല്ലോ മനുഷ്യൻ്റെ കാര്യമാണ്. അപ്പോൾ എൻ്റെ മുറ്റമൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പോട്ടൊന്ന് റീപോർട്ടിങ്ങാ. ഉഷാറാവട്ടെ, അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. അടുത്തത് എൻ്റെ ഡെയ്സി കണ്ടോ, ഇതുപോലെ പൂവിടണം. ഇതാ ഡെയ്സിൻ്റെ പൂക്കൾ കണ്ടില്ലേ. അതിപ്പോൾ പൂവിട്ട് കരിഞ്ഞതാ. അപ്പം കരിഞ്ഞതാവുമ്പോൾ നമ്മളിത് എടുക്കുക. എത്ര പെട്ടെന്നാണ് ഊരിയെടുത്ത്. ഒരധ്വാനം ഉണ്ടായില്ല ഊരിയെടുക്കാൻ. അങ്ങനെ അത് ചെടിച്ചട്ട് യാതൊരു ബന്ധമില്ലാണ്ട് ഇവർ വളർന്ന് കേട്ടോ. അപ്പം ഞാൻ എങ്ങനെ റീപോർട്ടിങ് ചെയ്യാന്നറിയോ,
എന്താ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഡെയ്സിയാണ് കുറേ പേർക്ക് കാണേണ്ടത്. ഡെയ്സിയാണ്. നിങ്ങൾ ഡെയ്സി എങ്ങനെയാണ് എന്നുള്ളത് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റുക. ഞാൻ കുടഞ്ഞ് കാണിച്ചു തരാം. ഡെയ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയാ. പിന്നെ രണ്ടാമത് പൂവിടണമെങ്കിൽ മാറ്റി കൊടുക്കണം. എൻ്റെ ബെഡ് പൊളിച്ച് അത് രണ്ടാമത് ഉപയോഗിക്കട്ടോ. ഇതാക്കണ്ടോ ഡെയ്സി ഇങ്ങനെയാ സംഭവം. അതിൻ്റെ അടിയിൽ കണ്ടോ നിറച്ചുണ്ടായത്, നിറച്ച് തൈ ഉണ്ടായത് കണ്ടോ. ഇതങ്ങോട്ട് പൊട്ടിച്ചെടുക്കട്ടെ. എന്നിട്ട് വേറിച്ച് നടണം. എന്നാൽ അത്ര കുശോ ഇതിലുണ്ടാവും. ഇത് കണ്ടോ, ഇതൊക്കെ തൈകളാ. ഇത് പഴയതാട്ടോ, പഴയത് ഞാൻ മാറ്റിയതാ. കണ്ടോ ഉണ്ടായത്. ഇത് നാലും ഇങ്ങോട്ട് പൂവിടൂ. ഇനി വേറൊരു ഉണ്ട. ഡെയ്സിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒന്നുണ്ടായാൽ മതി നമുക്ക്. എന്നാൽ ഇഷ്ടം പോലെ ഡെയ്സി ഉണ്ടാവും. ഇതങ്ങ് പൊട്ടിച്ചാട്ടെ. അതെല്ലാം പൊട്ടിച്ച് മാറ്റാനുള്ളതാ. അപ്പോൾ ഒരു ഡേയ്സിൽ നിന്ന് കുറേ കിട്ടുമെന്ന് പറഞ്ഞില്ല. ഇത് തന്നെയാ സംഭവം. ഇനി ഇങ്ങോട്ട് വലിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഇതൊരു ചട്ടി നടാം. ഒരു ചട്ടിയിൽ ഇത് നടാം. 1 2 3 4 വേരൊക്കെ പിടിച്ച് ഇതൊരു ചട്ടിയിൽ. ഇനി ഇതൊക്കെ പുതുമാക്കി കൊടുത്താൽ മാത്രമേ പൂക്കൾ വരുള്ളൂ. നിങ്ങളിൽ എന്താ ഇങ്ങനെ പൂക്കൾ ഡെയ്സിക്ക് എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ പേരുണ്ട്. ഇത് കുറവുള്ളതിൽ വെച്ച് കൊടുക്കുക. അത് നല്ലൊരു തൈ, അത് പൂടാൻ തുടങ്ങി. ഇതാണ് സംഭവം. നമുക്ക് ഈ മണ്ണത്തിൽ തന്നെ നടാ, ഈ ചട്ടിയിൽ തന്നെ നടാം. കുറേയൊന്നും മടത് കുറച്ച് മതി. ഈ നടുവിലുള്ളത് അങ്ങ് പോക്കണം. ഇത് വേണ്ട. ഇതിൻ്റെയൊക്കെ ഉപയോഗം കഴിഞ്ഞതാ. എത്ര പെട്ടെന്നാലേ നമ്മൾ ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞ് പൊട്ടിച്ചങ്ങ് മാറ്റിയല്ലേ. ഇങ്ങനെയല്ല എല്ലാ സംഭവവും. ഞാൻ പൊട്ടി മിക്സ് എല്ലാം കലർത്തിയ മണ്ണാത്. അതങ്ങിട്ടട്ടെ. ഇതെല്ലാം ഉണ്ട്. ചപ്പുണ്ട്, കരിയില, കമ്പോസ്റ്റ്, എല്ലാ സംഭവവും ഇതിലുണ്ട്. ഇനി എങ്ങനെ നടണം എന്നറിയോ? ഇത് കണ്ടില്ലേ, ഇത് ഞാൻ വേറിടിച്ച് നടുന്നില്ല. ഇത് ഒറ്റക്കാ. ഇതതിൻ്റെ അടുത്തും അങ്ങനെ അങ്ങ് നട്ട ഡെയ്സി പൂവുണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നട്ട് ഒന്ന് ഇവിടെ നടട്ടെ. എന്നാൽ നല്ല തിങ്ങിണ്ടായിക്കോട്ടെ. ഇവിടെ 3 തിങ്ങിണ്ടായിക്കോട്ടെ. ഇത്രേ ഉള്ളൂ. ഇനി ഡെയ്സി ഒരു ഉണ്ടാവലുണ്ടാവും. ഇത് വേര് വന്നതാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിനൊന്നും ഞാൻ വെയിൽ കൊള്ളിക്കൂല. ഇത് തെളിഞ്ഞ് നിന്നിട്ട് മാത്രമേ വെയിൽ കൊള്ളിക്കൂ. എൻ്റെ ഡെയ്സി കണ്ടോ, ഞാൻ അങ്ങനെ മാറ്റി നട്ടിട്ട് ഒരു കൊല്ലം കെട്ടാകുമ്പോൾ നേരെ പൊന്തിങ് വന്നിട്ട് നിറച്ച് പൂവുണ്ടായത് കണ്ടോ. അടിപൊളിയല്ലേ. ഡെയ്സി മാത്രം മതി ഒരു പൂന്തോട്ടത്തിന്. എല്ലാവരുടെ കണ്ണും ഇതിൻ്റെ അടുത്തേക്കാണ് വരിക. അപ്പം ഇങ്ങനെ മാറ്റി നട്ടാൽ മതി കേട്ടോ. ഇതിൻ്റെ ജെറേനിയം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രൂണിങ്ങും പൂക്കൾ വെട്ടലൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ പുതിയതായിട്ട് നട്ട് കുറേ ചട്ടികൾ ഞാൻ മാറ്റി നിറച്ച് നട്ട്. ഒരു ചട്ടിയിൽ ഒന്നാകുമ്പോഴാണ് പൂക്കൾ അധികം ഇല്ല നമുക്ക് തോന്നൽ. അതുകൊണ്ട് പൂക്കൾ നിറയെ ഉണ്ടാവാൻ നിറച്ചങ്ങ് നട്ടു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് മാറ്റി വെച്ചെങ്കിലും ശരി, ഞാനിത് തണലത്ത് കൊണ്ടുവെക്കും. വെയിൽ കൊള്ളിക്കുകയല്ല. തെളിഞ്ഞാൽ മാത്രമേ വെയിൽ കൊള്ളിക്കുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ട്രിക്കാ, അല്ലെങ്കിൽ ഇത് ഉണ്ടാവൂല. ഇതൊക്കെ ഇപ്പം തന്നെ വാടാൻ തുടങ്ങിയിട്ടോ, വേര് പിടിച്ചില്ലാതാ. ഇത് ഒരു സൈസ് പൂവാണ്, നിറച്ച് ഉണ്ടാകുന്ന പൂവാണ്. ഇത് ഞാൻ വെട്ടാണ്ട് നിർത്തി. ശാഖ കുറച്ചുകൂടിയും വെട്ടുന്നിട്ട് വെട്ടാം. ഇതെനിക്ക് നിറച്ചു ഇതിന് തൈ ഉണ്ടായിന്. അപ്പം ഇതും ഇന്ന് നട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ച് എനിക്കുണ്ടാകും പോലെ പൂക്കൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മുറ്റം ഒരു അലങ്കാരമാണല്ലോ. പൂക്കൾ വെച്ചാൽ ഒരഴകാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്, നമുക്ക് ശുദ്ധമായി ശ്വസിക്കുക. പിന്നെ നല്ലൊരു വ്യായാമം, ചില്ലറ വ്യായാമം അല്ല കേട്ടോ. ഇത് നല്ലൊരു പണിയാണ്.
ഇന്നെ ഇപ്പം ഞാൻ പണിയെടുത്തെടുത്ത് ഞാൻ തളർന്നു. ചട്ടി അങ്ങോട്ട് മാറ്റിയൽ ഇങ്ങോട്ട് മാറ്റിയൽ ഊരലോ പറയണ്ട. ഇതൊക്കെ ചെടി ഭ്രാന്തോണ്ടാട്ടോ, അല്ലാണ്ടാവൂല മടുത്തു. ഇനി ഞാൻ ഇതൊന്ന് നനച്ചു കൊടുക്കട്ടെ കേട്ടോ. നനച്ചിട്ട് ഞാൻ തണലത്ത് കൊണ്ടുപോയി വെക്കും. മഴ കൊണ്ടാ പ്രശ്നമല്ല, വെയിൽ തീരെ തട്ടിക്കൂടാ. അതാ അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ ജെറേനിയങ്ങൾ എങ്ങനെ പൂടുക എന്നുള്ളത് ഇപ്പം കണ്ടല്ലോ. ഇതാണ് എൻ്റെ മാജിക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. വീഡിയോയിൽ മുഴുവനും ഇന്ന് എനിക്ക് സങ്കടമായിരുന്നു. കട്ട് ചെയ്യുക ഒന്നും നോക്കാനായിട്ട് കട്ട് ചെയ്യുക തന്നെ. ഇനിയിപ്പോൾ എനിക്ക് ഒരു മാസം വരെ എനിക്ക് സമാധാനം കിട്ടൂല. ഓല അങ്ങോട്ട് ജീവൻ വെപ്പിച്ച് കൊണ്ടുവരുന്ന വരെ ഞാൻ എൻ്റെ പുറകിലാണ്. ഒക്കെ ഓരോ ഈ ചെടി കൊണ്ടുള്ള ഒരു ഭ്രാന്ത് കൊണ്ട് ഞാൻ അതിൻ്റെ പുറകെ നടക്കും. അടുക്കള പണി കഴിഞ്ഞാൽ ചെടീൻ്റെ അടുത്തേക്കാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ ഇതൊക്കെ ഇങ്ങോട്ട് കാണുമ്പോൾ. എന്തോ ഒരു ഭംഗിയാണ് അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.